ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ഡെക്കോർ ഐഡിയ ചെയ്യാം. നമ്മുടെ ദിവാലി ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടേപ്പ് ഇല്ലേ, ഇതേപോലത്തെ ടേപ്പുകളുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു റോൾ ഉണ്ടാവില്ലേ, ഇതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലത്തെ റോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു കാർഡ്ബോർഡ് പീസോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് കട്ടിയുള്ള പേപ്പറോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുത്തിട്ട് ഒരു റൗണ്ട് പീസ് മതി കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതേപോലത്തെ ചെറുതായാലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു റൗണ്ട് എടുത്തതിന് ശേഷം ഇതേപോലെ ഞാനിപ്പോൾ ഒരു ലീഫ്ലെറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ലീഫ്ലെറ്റുമ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് റൗണ്ടായിട്ട് അതിൻ്റെ ഒരു സർക്കിള് വരച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു സർക്കിള് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കറക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഒന്ന് ഔട്ടർ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മളതിങ്ങനെ സിസേഴ്സ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ പേപ്പർ റോൾ എടുക്കുക, കറക്റ്റ് സൈസ് തന്നെ ആയിരിക്കണം കേട്ടോ. പേപ്പർ റോൾ എടുത്തതിന് ശേഷം നമ്മൾ ഗ്ലൂ എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഗ്ലൂ ഏതാണെങ്കിലും എടുക്കാം. നമ്മൾ ഇന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഗ്ലൂ ഗൺ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. ഫെവിക്കോൾ ആയാലും മതി, രണ്ടും പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടും കേട്ടോ. ഫെവിക്കോൾ ആണെങ്കിലും അത് വെച്ചിട്ട് ഈ ഒരു പേപ്പർ റോള് ഇതിൻ്റെ ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ച റൗണ്ട് പീസ് ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ അതൊന്ന് ഒട്ടാൻ വേണ്ടി വെക്കാം. അപ്പോൾ അത് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കുറച്ച് ഗ്ലൂ ഗണ്ണിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പേപ്പറൊക്കെ കുറച്ച് എക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ എക്സസ് ആയിട്ടുള്ള പീസൊന്നും നമുക്ക് ആവശ്യമില്ല, അങ്ങനെ പുറത്തോട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കളയാണ്. അതിനുശേഷം നമ്മളിതാ വീണ്ടും കുറച്ച് ലീഫ്ലെറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്, ഒരു ഷൈനിങ്ങും ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തത്. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ന്യൂസ് പേപ്പർ ആയാലും മതി കേട്ടോ. കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട് നമ്മൾ ചെയ്ത് തന്ന വർക്ക് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഷേപ്പ് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കേട്ടോ, ലോട്ടസിൻ്റെയൊക്കെ പെറ്റലിരിക്കുന്ന പോലത്തെ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ വെച്ചിട്ട് ഇതേപോലെ വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുറക്കുമ്പോൾ കറക്റ്റ് പെറ്റൽ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിൽ തന്നെ കുറച്ചധികം പെറ്റൽസ് നമ്മൾക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ചെറിയൊരു കട്ടിങ് ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്ലൂ ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഒരു ചെറുതായിട്ടൊരു കോൺ പോലെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാൽ മതി, ഒരുപാട് വലിച്ചൊട്ടിക്കരുത്, അപ്പോൾ നമുക്ക് ഭംഗി ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ അത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്യുന്ന വരത്തിൽ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് പെറ്റൽസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചധികം പെറ്റൽസ് തന്നെ നമുക്ക് ഇതേപോലെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് അധികം പെറ്റൽസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് അധികം പെറ്റൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യമേ ഇത് ചെയ്ത് വെച്ചാൽ വളരെ ഈസിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ആ പേപ്പർ റോൾ എടുക്കാനായിട്ട് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്ന് അടുത്തടുത്തായിട്ട് വരുന്ന വിധത്തിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അധികം ഗ്യാപ്പൊന്നും ഇടരുത്, അടുത്തടുത്ത് വരുന്ന വിധത്തിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പെറ്റൽസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് വലിപ്പം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് ചെറുതായിരിക്കുന്നതാണ് കേട്ടോ നല്ലത്, നമ്മുടെ ആ ഒരു പേപ്പർ റോളിനേക്കാളും കുറച്ച് ചെറുത് കേട്ടോ. അപ്പോൾ ഒരു ലെയർ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ഒരു പെറ്റൽ എടുത്തിട്ട് നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ സെൻറ്ററിൽ, രണ്ട് പെറ്റൽസ് വരുന്നതിൻ്റെ ആ ഒരു സെൻറ്ററിലാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൂ ഇതേപോലെ ഇട്ടിട്ട് ഓരോന്നുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. രണ്ട് പെറ്റൽസിൻ്റെ സെൻറ്റർ വരുന്ന ഭാഗത്താണ് നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ലെയർ ഫുൾ ഒട്ടിക്കുക, അതിനുശേഷം രണ്ട് പെറ്റൽസിൻ്റെ സെൻറ്ററിലായിട്ട് അടുത്തത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് സ്പ്രേ പെയിൻ്റാണ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദിവാലി ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു കാൻഡിൽസ് ഇതേപോലെ കത്തിച്ച് വെച്ചിട്ട് നമുക്ക് ഡെക്കോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്യാൻഡിൽ വെച്ചിട്ടാണ് ഡെക്കോർ ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ക്യാൻഡിൽസ് ഒന്ന് ജസ്റ്റ് ഇവിടെ കത്തിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എടുത്തു കൊണ്ടുപോകാനൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ദിയ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓയിൽ ഇട്ടതിന് ശേഷം തിരി ഇട്ടിട്ട് ദിയ കത്തിച്ചതിന് ശേഷം ദിയ ഇതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒരു വുഡ് തന്നെ ആയതുകൊണ്ട് ഗോൾഡും വുഡ് എല്ലാം കൂടെ ആയിട്ട് ആ കളർ കറക്റ്റായിട്ട് അങ്ങ് കാണുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് അതും ഒന്ന് കറക്റ്റായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫോട്ടോ ആയിട്ടോ വീഡിയോ ആയിട്ടോ നിങ്ങൾക്ക്
ബാക്ക്ഗ്രൗണ്ടും കൂടെ ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ചെറിയ പെറ്റൽസായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ക്യാൻഡിൽസ് വെച്ചിട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു വൈറ്റ് ക്യാൻഡിലാണ് കുറച്ചുകൂടെ ഇതിലോട്ട് ഭംഗി തോന്നുന്നു. പിങ്ക് മാറ്റി ഞാനൊന്ന് വൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്കിത് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനും ഒക്കെ നല്ലതാണ്. അതേപോലെ നമ്മുടെ ഫ്ലോർ ചൂടാവുക, ഫ്ലോറിൽ കളർ വീഴുക, അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഈ ഒരു സംഭവം വെച്ചിട്ടുള്ള കാരണം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പേപ്പറൊക്കെ നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മളതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫ്ലവറും കൂടി ഇട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് ഇതേപോലെയാണ് ആക്കി എടുത്തിരിക്കുന്നത്. ആ ലൈറ്റ് നമ്മുടെ ആ ഒരു പെറ്റൽസിലൊക്കെ തട്ടുമ്പോൾ കുറച്ചും കൂടെ ഷൈനിങ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ഫുൾ വേസ്റ്റ് പ്രോഡക്റ്റ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.